ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ, അമ്പലപ്പടി, വണ്ടൂർ. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായി ജില്ലാ അതിർത്തിയായ വഴിക്കടവ് പഞ്ചായത്തിലെ ആനമറയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ VR വിനോദ് നിർവഹിച്ചു. ടൂറിസ്റ്റുകൾ പോകുമ്പോൾ അവരോട് വളരെ ഈ ചെക്ക് പോസ്റ്റ് വെച്ചെങ്കിലും വളരെ നല്ല സൗമ്യമായിട്ട് ഇടപെടണം ആദ്യമൊക്കെ എന്ന് ഞാൻ പറയുന്നു. ആദ്യം പറയുന്നത് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അല്ല, അത് ഇന്ന് മുതലേ തുടങ്ങുന്നതിന് കുഴപ്പമില്ല, മാതൃകാപരമായിട്ട് പറയുക. ഫൈൻ ഈടാക്കുന്നതും നേരത്തെ പ്രസിഡന്റും സ്വാഗത പ്രസംഗനും പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് വെക്കുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് ഉണ്ട പ്ലാസ്റ്റിക് തരിക, ആരെയും ത്രട്ടൻ ചെയ്യുകയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, തരിക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഡീഗ്രേഡബിളായ ചില വസ്തുക്കൾ അതുവഴി കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഈടാക്കി തന്നെ കൊടുക്കാം. അതാരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും ഇതിന് വലിയൊരു വിപത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. നാടുകാണി ചുരത്തിൽ അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനും വഴിക്കടവ്, നിലമ്പൂരിലെ വടപുറം എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ 2 മാസം മുമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗിച്ച് ആദ്യ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വഴിക്കടവിലെ ആനമറയിൽ സ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ബോധവൽക്കരണമാണ് ഇവിടെ നടത്തുക. വാഹനയാത്രികരെയും വിനോദസഞ്ചാരികളെയും സമീപിച്ച് ചുരത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തും. ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകും. 2ാം ഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ PB ഷാജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V ജലജകുമാരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്.